ബുഷില്ലേ? അത് വേറെ ചേരുവോ? ഹായ് പറഞ്ഞേര്. ഹായ്. അതും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. കാറ് തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമ്മളിതേ അത് ഫുള്ള് അഴിച്ചു കേട്ടോ. ഇതിപ്പോ അവൻ 1 ലിറ്റർ ഡീസലും വാങ്ങിച്ചോണ്ട് വന്ന്. നിന്റെ കൈയുടെ ശക്തിയല്ല, നിന്നെ കൊണ്ട് ഒരു സാധനം തൊടിയിപ്പിക്കാൻ പറ്റത്തില്ല. ഒത്തിരി സ്മൂത്തായി കേട്ടോ വണ്ടി. ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് വണ്ടി ഓടിക്കാനായിട്ട് തന്നെ. കഴിഞ്ഞോ? നിഴലുണ്ട്, ഇത് കണ്ടോ? പുതിയൊരു ഹോട്ടൽ വാങ്ങിയിട്ടോ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹലോ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഓയിൽ സർവീസൊക്കെ ആയിട്ടുണ്ട്. അതായത് ഓയിൽ സർവീസ് മാത്രമല്ല, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് പോയി തീർക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പം പോകുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ചിലപ്പം നമ്മുടെ വിനീതും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കട്ടപ്പനയ്ക്ക് പോകാം കേട്ടോ. കട്ടപ്പനയിൽ പോയിട്ട് ഓയിൽ വാങ്ങിക്കണം. ഇന്ന് നമ്മൾ പഴയ ആ ഒരു ഓയിലല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വേറൊരു ഓയിലായിട്ടോ വാങ്ങിക്കാൻ പോകുന്നത്. അതായത് മോട്ടോറിൻ്റെ ഓയിലാണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനി കുറച്ച് യൂസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2500-3000 ആ ഒരു റേഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഓയിൽ മാറണം. അതാകുമ്പം കുറച്ചുകൂടെ ഒരു ലാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ആ ഒരു ഓയിൽ വാങ്ങിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വണ്ടി റിഫൈനായിട്ടും ഇരിക്കും. അതായത് ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ വണ്ടി സ്മൂത്തായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആ ഒരു ഓയിൽ വാങ്ങിക്കാമെന്ന് വെച്ചത്. പിന്നെയെന്ന് പറയാനായിട്ട് വണ്ടിക്ക് ചെറിയ രീതിക്ക് ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയാൻ പാടില്ല, ഒരു ചെറിയൊരു മിസ്സിങ്. അപ്പോൾ അതൊന്ന് കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ പുറകിലത്തെ ആ ഒരു കാലിപ്പറിൻ്റെ ഒരു ചെറിയൊരു ബുഷുണ്ട്. കാലിപ്പർ ഇങ്ങനെ നടന്ന് ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബുഷും കൂടെ കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ പിന്നെയെന്ന് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ എൻജിൻ്റെ അകത്തൊന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഒത്താതെ നമ്മുടെ ഈ റോക്ക് റാമ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് വാൽവിൻ്റെ ടോപ്പ് വരുന്ന ഒരു പീസല്ല ഒരു സംഭവം. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം. എനിക്ക് തോന്നുന്നത് അത് പോയതായിരിക്കും, അത് മാറേണ്ട വരും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ ഇന്ന് മൊത്തത്തിൽ തീരത്തില്ല. കാരണം ഇന്നെല്ലാം കൂടെ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത് ഇനിയിപ്പം നമുക്ക് നേരെ കട്ടപ്പനയിൽ പോയിട്ട് ഓയിൽ വാങ്ങിക്കാം. അപ്പം നേരെ ഇനി കട്ടപ്പനയിലോട്ട് പോകട്ടോ. വയസ്സ് നമ്മളിതേ കടയിൽ വന്നു. ഞാനും ഉണ്ട്, വിനീതും ഉണ്ട്. ഇതെത്ര ഒന്നാണോടാ? ഒന്നല്ലേ? 20W50. മറ്റേ ഓയിൽ ഫിൽറ്ററോ? ബുഷില്ലേ? അത് വേറെ ചേരുവോ? ചോദിച്ചായിരുന്നോ? ചോദിച്ചു നോക്കാം. ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 860. ഇതെത്ര? ഇത് 30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു സാധനം കൂടെ വേണം, അതും കൂടെ ചോദിക്കട്ടെ. അപ്പം വിനീതും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം നമ്മൾ വന്ന ആ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ. ബുഷ് കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. അത് വാങ്ങിക്കണം കേട്ടോ. കാലിപ്പർ അത് ചുമ്മാ കിടന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് ജസ്റ്റ് ഒരു കുഴി ചാടുമ്പോൾ കടക്കെന്ന് പറഞ്ഞ് അടിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുഷും കൂടെ ഇനിയിപ്പം എവിടുന്നേലും സെറ്റ് ചെയ്യണം. അതെന്തായാലും നോക്കാം കേട്ടോ. എവിടുന്നേലും നൈസിന് പറഞ്ഞ് സെറ്റാക്കാം നമുക്ക്. വേറെ ഇതിൻ്റെ കിട്ടത്തില്ല എന്തായാലും. അപ്പോൾ ഞാൻ പിന്നെ 150യുടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലായില്ല കേട്ടോ എന്താണെന്ന്. അവർ പറഞ്ഞു ഇല്ലെന്നാണ് പറഞ്ഞത്. അതിനിപ്പം വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നോക്കണം, ഇല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് നമുക്ക് വാങ്ങിപ്പിക്കാൻ സീനില്ല. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോകാം കേട്ടോ. അതിന് മുമ്പ് അവിടെ പോയിന്ന് പെട്രോൾ അടിക്കണം. പെട്രോളും അടിച്ചിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം കേട്ടോ. ആണോ? അറിയാവോ? കൊള്ളാലോ. പേരെങ്ങനെയാ? എന്റെയോ? 3 പേരെങ്ങനാ? ആനന്ദോ? അത് കൊള്ളാലോ. വീഡിയോ എടുക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേര്. ഹായ്. ഞങ്ങള് ചുമ്മാ ഇറങ്ങിയതാണ്. ഓക്കെ ബൈ.
പിന്നല്ല. ശരി എന്നാ, ടാറ്റ. പിള്ളേരൊക്കെ വിഷയം. ഓക്കെ, അതും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പം പുള്ളിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫേസ് കാണിക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് വിളിച്ച് നിർത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടതാണ്. അങ്ങനെ നിന്നപ്പോഴേക്ക് പിള്ളേരും വന്നു. എൻ്റെ മോനെ പിള്ളേർ സെറ്റപ്പായിരുന്നു കേട്ടോ. അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന് കുറേ നേരം സംസാരിച്ച് നിന്ന് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മളിത് ഇപ്പം ഇനിയിപ്പം തിരിച്ചു പോവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ, ആൾക്കാരൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാട്ടോ. ഇത് അവിടെ വൻ വിഷയം കേട്ടോ. പുള്ളി റോഡിനെ എടുക്കുന്ന കാറ് തന്നെ തടഞ്ഞു നിർത്തിക്കുന്നത്. ഇതെന്ത് സംഭവം? എന്തത്? പുള്ളി കുടിയാട്ടോ. എൻ്റെ മോനെ കുടിയാണോ അറിയാൻ പാടില്ല, എന്തൊക്കെയോ ഐറ്റം ഒക്കെ. അപ്പം ഗായ്സ്, നമ്മളതേ പുളിയമല വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ 8-ാം മൈലിന് പോവാണ്. ഈ വണ്ടി എടുക്കുന്നില്ല, നമ്മൾ ആ ഒരു വണ്ടിക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇതേ ഇവിടെ കയറ്റി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിവിടെ കയറ്റി വെച്ചിട്ട് നമുക്ക് നേരെ ഇനിയിപ്പം ജോൺസൻ്റെ അങ്ങോട്ട് പോവാം. ഇവിടെ വെച്ചാൽ പോരാടാ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ജോൺസൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് വണ്ടിയുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗായ്സ്, എടാ ഞൊണ്ടി ഇവിടെ വാടാ. അപ്പോൾ ഗായ്സ്, നമ്മളിതേ ഇവിടെ വന്ന് കേട്ടോ. ഇനിയിപ്പം വണ്ടി മൊത്തം അഴിക്കണം. വികലാംഗൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം അഴിക്കട്ടെ കേട്ടോ. ദേ വീണ്ടും ഓടുന്നവൻ. അപ്പോൾ ഇത് മൊത്തം അഴിച്ചിട്ട് കാണാം കേട്ടോ. കുറേ പരിപാടിയുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ കൂടുതൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം അഴിക്കട്ടെ. ആദ്യമേ നമുക്ക് കാർബറേറ്റർ സെറ്റാക്കാം. അപ്പോൾ അതൊന്ന് അഴിക്കട്ടെ കേട്ടോ. ഗായ്സ്, നമ്മളിതേ അത് ഫുള്ള് അഴിച്ചു കേട്ടോ. എനിക്ക് അപ്പം അത് ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ട്, അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെന്തുവാന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അതൊന്ന് ഫുള്ള് നോക്കി സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിത് കാർബറേറ്ററും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അത് എല്ലാ സാധനവും ഇവിടെ ഊരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുത്തം വരുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഗായ്സ് വേണ്ടേ എന്നോട് ഡീസൽ വാങ്ങിച്ചോണ്ട് നീ ഇത് മൊത്തത്തിൽ വാങ്ങിച്ചോണ്ട് വന്നോ? എൻ്റെ ഇടാവേ, നീ ഉണ്ടല്ലോ അൽക്കില്ലാടി. കൊള്ളാം, ക്ലാസ് ഒന്നും താത്തിടണ്ട. അപ്പം ഗൈസ്, ആ സ്ക്രൂ ഡ്രൈവർ എന്തിയടാ കാണിച്ചേ. ഗൈസ് ഈശ, അതെ നിനക്കട്ടുള്ള ഡോസ് ചെയ്യാൻ. എടാ സ്ക്രൂ ഡ്രൈവർ അവിടെ കൊണ്ടുപോടാ കള്ള. ഗൈസ് വിഷയമാണ് ഗൈസ്. നീ ഒളിച്ചൊന്നും ഇരിക്കണ്ട ഗൈസ്. ഞാൻ ഇവനോട് ഒരു 30 രൂപയ്ക്ക് ഡീസൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ 1 ലിറ്റർ ഡീസലും വാങ്ങിച്ചുകൊണ്ട് വന്നു. നീ നിന്റെ ചെയ്യും കഴിയണ്ട. പിന്നെ ഗൈസ്, ഇരുമ്പിന്റെ സാധനം, സ്റ്റീലിന്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇത് ചുമ്മാ പിടിച്ച് ഒടിച്ചു വിട്ടേക്കുന്നു. നിന്റെ കൈയുടെ ശക്തിയല്ല, നിന്നെ കൊണ്ട് ഒരു സാധനം തൊടിയിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാടാ നീ? പോയി പണിയെടുക്ക്. ഗൈസ്, ഇവനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ പരിപാടി ഇതായിട്ട് നടക്കുന്നുണ്ട്. കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റി, അടപ്പും കയറ്റി, പുതിയ പ്ലഗും ഇട്ടു. ഇനിയിപ്പം ഓയിൽ ജസ്റ്റ് ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് ഓയിലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പം അതിനുള്ള പരിപാടിയാണ്, അതും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളെ വണ്ടിയുടെ ആ ഒരു ഭാഗം മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഓയിൽ മാറാട്ടോ. ഓയിൽ മാറുന്ന ജോൺസൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ. അവൻ അഴിച്ച് നമുക്ക് ഓയിലൊക്കെ മാറിയിട്ട് ഒഴിക്കാൻ നേരം കാണാം. ഇല്ലടാ, ആർക്കറിയാം ഇനി കാണുമോന്ന്. ഗൈസ്, അത് അഴിച്ചിട്ട് കാണാം കേട്ടോ. ഗൈസ്, നമ്മളതേ ഓയിലൊഴിക്കാൻ പോവാം. എന്നടാ, അതല്ലേ നിന്നോട് പറഞ്ഞത് വേണ്ടെന്ന്. നീ ഏതാ ഗാഡാ? ഏത് വകുപ്പിൽ? ഗൈസ്, ഇവിടെ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അത് മൊത്തം ഒഴിച്ച് സെറ്റാകട്ടെ കേട്ടോ. ബാക്കി ഇനിയിപ്പം വണ്ടി ഫുള്ള് റീസെറ്റ് ചെയ്യണം. വേറെ പരിപാടിയൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ആ ക്ലച്ച് ലിവറും കൂടെ ഒന്ന് മാറണം. അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സീനൊന്നുമില്ല, സൗണ്ടൊന്നും ഇല്ല. ഇപ്പം കുറച്ച് ഓടിച്ച് നോക്കുമ്പോൾ അറിയാം വണ്ടി ഇപ്പം ഭയങ്കര സ്മൂത്തായി കേട്ടോ. ഭയങ്കര സ്മൂത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായി, നല്ല ഒത്തിരി സ്മൂത്തായി കേട്ടോ വണ്ടി. ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് വണ്ടി ഓടിക്കാനായിട്ട് തന്നെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം പോകുന്നില്ല, പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. പിന്നെ വണ്ടി ഒന്ന് കഴുകണം കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പം കഴുകണം. ജോൺസൻ്റെ അവിടെ അടുത്ത വണ്ടി പണിയാനുള്ള സെറ്റപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതൊന്ന് കഴുകട്ടെ. മൊത്തം ഓയിലായിട്ടിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റിങ് കൊണ്ടുവന്നേടാ. അല്ലേ വേണ്ട. വണ്ടിയെല്ലാം കഴുകിയല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലോ അങ്ങ് പോയല്ലോ. എന്നിട്ട് ആര് പറഞ്ഞു? കഴിഞ്ഞോ? വണ്ടിയെല്ലാം കഴുകി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ട വണ്ടി തിളങ്ങുന്ന കണ്ടോ? എല്ലാവരും ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തിളങ്ങുന്നതല്ല. ഇവിടെ 2 നിഴലുണ്ട്, ഇത് കണ്ടോ? ഷാരിയാണ് ഓടുന്നു, മനസ്സിന് ഓടുന്നു. ഇനിയിപ്പം ബാക്കി നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. വണ്ടി ഇപ്പം സെറ്റായി. ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മളിത് ഇവിടെ ഒരു പുതിയൊരു ഹോട്ടൽ വാങ്ങിയിട്ടോ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതാട്ടോ ആ ഒരു ഹോട്ടൽ, അതായത് ലൈവ് ചിക്കൻ ഗാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശപ്പാ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. ഓണറിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഓണർ പുറകെ നിൽക്കുക, ഫ്രണ്ട് വാ ഗൈസ്. അപ്പോൾ ഇവൻ്റെ ആട്ടോ ഹോട്ടൽ. ഇവനെ അറിയായിരിക്കും. ഇവനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിവിടെ അതെ, ദ മെഗാട്രോൺ 046. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയിൽ, അതായത് നമ്മുടെ കുമിളി സൈഡ് 8-ാം മൈൽ 7-ാം മൈൽ ആ ഒരു സ്ഥലമില്ലേ, അണക്കര. അപ്പോൾ അതിൻ്റെ അവിടെ ആയിട്ടാണ് ഇത്. കറക്റ്റ് ലൊക്കേഷൻ 7-ാം മൈലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നെടുങ്കണ്ടത്തു നിന്നോ പുളിയമലയിൽ നിന്നൊക്കെ കുമിളിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി എല്ലാം ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് സെറ്റാക്കണം, പവറാക്കണം. അപ്പോൾ ഗൈസ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറുക കേട്ടോ. അതായത് ഇതിലേ പോകുന്നുണ്ട്, ഇവിടെ ഉള്ളവരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് അത്യാവശ്യം റെഡിയാക്കി വിടുക. അതായത് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത്രയും സാധനമുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോ. അൽഫാം, കുഴിമന്തി, ഷവർമ, ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവർ കയറുക, ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, പറയുക. പിന്നെ ഇവന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അല്ലേടാ? സെറ്റ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുവാണ്. അപ്പോൾ അവിടെ ഒരു കടയിലും കൂടെ കയറുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം കാണാം. എടാ പോവാ. അപ്പം ഗായ്സ് നമ്മൾ വണ്ടിയെല്ലാം പണിതിട്ട് തിരിച്ചു പോവാണ്. പക്ഷേ ഇപ്പോഴും മറ്റേതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ നോക്കണം. കാരണം വണ്ടി നമ്മൾ അപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം ആ സൗണ്ട് ഇല്ലായിരുന്നു. കാരണം നമ്മൾ ആ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ സൗണ്ട് പോയി. പക്ഷേ കുറച്ചുകൂടെ ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ സൗണ്ടായി കേട്ടോ. അപ്പോൾ അതിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് നോ ഐഡിയ. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഇരുന്ന് അഴിക്കണം, വീട്ടിൽ വെച്ച് വല്ലതും അഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ജസ്റ്റ് ചെയ്തു. സാധാരണ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല എന്ന് വെച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് വന്ന ആ ഒരു ഇതായതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ ക്ലച്ച് ലിവർ മാറി, ഓയിൽ മാറി, പിന്നെ അതോ വഴി നോക്കി, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ വണ്ടി ഫുള്ള് കഴുകി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ ഇത്ര തിരക്ക്?
അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയേക്കുവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തില്ലായിരിക്കും, കാരണം അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.